ഗൾഫിൽ വന്ന ഉടനെ എനിക്ക് കിടക്കാൻ സ്ഥലം കിട്ടിയത് മുകളത്തെ ബെഡില്. ഇതിന്റെ മേലിനൊക്കെ നോക്കുമ്പോ ബുർജ് ഖലീഫിന്നൊക്കെ നോക്കണ മാതിരിയാ, നല്ല വ്യൂ ആ. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഇതിക്ക് കയറലും ഇറങ്ങുമ്പോ നോക്കി കണ്ടു ഇറങ്ങിയിട്ടില്ലെങ്കിൽ മൂക്കും കുത്തി താഴത്തേക്കാണ് പോകും. പിന്നെ അതിന്റെ ഇടക്ക് റൂമും മാറി. അപ്പൊ ആദ്യം ചെയ്തത് താഴത്തെ ബെഡേക്കാണ് മാറി. എനിക്ക് തോന്നിയിട്ടില്ലത് താഴത്തെ ബെഡാണ് ഒരു കണക്കിന് നല്ലത്. ഓടി വന്നാണ്ട് നമുക്ക് കിടക്കാൻ, ഇടത്തുനിന്ന് നീച്ചാണ്ട് നമുക്ക് ഓടി പോകാൻ. ഒരു പണിയില്ലെങ്കിൽ വെറുതെ കാലും കയറ്റാണ്ട് ഇരിക്കാനും എന്തുകൊണ്ടും താഴത്തെ ബെഡാണ്. അങ്ങനെ പതിവ് പോലെ ഇന്നും ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി. എന്നും പോണ ബൈക്ക് കൂടി അല്ല ഇന്ന് പോകണം. ഇന്നൊരു സാധനം വാങ്ങണം, അത് രാവിലെ പോലെ കിട്ടും. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പർ അവിടെ നിന്ന് കാണൂല. അങ്ങനെ മെയ് മാസത്തേക്കില്ല വൈഫൈന്റെ കാർഡ് റീചാർജ് ആക്കിയാണ് ഞാൻ വേഗം നടന്നു. സംഭവം 11 മണിയാകുമ്പോ തന്നെ വെയിലല്ല ഹെവി ചൂടാട്ടോ. ആ സമയത്താണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന പുഷ്പനെ കണ്ടേ. ഓൻ എന്തെല്ലോ കടന്ന് തള്ളു. ഷോപ്പിലെത്തിയപ്പോണ്ട് നമ്മളെ സുഹൈല് വന്നു. ഓൻ പുതിയ G-Shockന്റെ വാച്ച് വാങ്ങിക്കണം. അതാണ് ഇങ്ങനെ കജ്ജുമൊന്തിച്ച് നടക്കും. ആ വാച്ചിനെ പറ്റി ഞാൻ തള്ളാനൊന്നും ബാക്കിയില്ല, അത്രയും വലിയ തള്ളവും തള്ളി. ഞാൻ പറഞ്ഞവനോട് ഇത് ദുബായ് ആണ്, ഇവിടെ 100 രൂപയ്ക്ക് 4 G-Shockന്റെ വാച്ച് കിട്ടും. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഷാനിക്കാന്റെ ഓഫീസിൽ നമ്മളെ കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി വാങ്ങിട്ട് പോരുമോ. ഷാനിക്ക എന്ന് പറയുന്നത് നമ്മളൊരു ബോസാട്ടോ. മോസ്കഫ് ഗ്രൂപ്പ് പറഞ്ഞിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ പരിപാടിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചു നേരം കുശലാന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പോരാ നേരത്ത് ഷാനിക്കാനോട് സലാം പറഞ്ഞ് ഞാൻ വേഗം ഇറങ്ങി. അങ്ങനെ ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങിയത് എടുത്താണ്ട് നേരെ നമ്മളെ അസീസ്കാക്ക് കൊടുത്തു. ഇന്നാണെങ്കിൽ നല്ലൊരു തിരക്കില്ല ദിവസം, ആകെ കുഴങ്ങിയിരിക്കണം. എന്തൊക്കെയായാലും ഇതും ശുഭം.